ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നോർമലി നമ്മുടെ റീറ്റെയിലേഴ്സ് മ്യൂച്വൽ ഫണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തും. ഇത് എല്ലാവരും വരുത്തിയിട്ടുണ്ടാവും. നിങ്ങളുടെയൊക്കെ പോർട്ട്ഫോളിയോയിൽ ഈ ഒരു മിസ്റ്റേക്ക് കാണും. അപ്പോൾ അതൊന്ന് റിപ്പയർ ചെയ്യുക, അതൊന്ന് പരിഹരിക്കുക. ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിനെ കുറിച്ച് പറയുന്നതാണ്. എന്താണ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടെന്നും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അതിൻ്റെ റോള് എന്താണെന്നും. മിക്കവരുടെയും പോർട്ട്ഫോളിയോയിൽ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് കാണിയല്ലോ. നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ റെഡ് ആകുന്നത്. നമ്മുടെ പോർട്ട്ഫോളിയോ ഒരു കാരണവശാലും റെഡ് ആകാൻ പാടില്ല. ഇനിയിപ്പോൾ ഭയങ്കര സിവിയർ കറക്ഷനൊക്കെ വരുമ്പോൾ ഓക്കെ, നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, പ്രോഫിറ്റ് കുറയും, പക്ഷേ റെഡ് ആകാൻ പാടില്ല. നമ്മളപ്പോഴും റൺ ചെയ്യുന്നത് പ്രോഫിറ്റിലായിരിക്കണം. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റിൽ റൺ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്. അപ്പോൾ അത് പോർട്ട്ഫോളിയോയിൽ അതിൻ്റെ റോള്, പിന്നെ അതിൻ്റെ അലോക്കേഷൻ എങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാമെന്നുള്ളത്, അതിന് നമ്മുടെ റിസ്ക് പ്രൊഫൈൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുത്ത കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഞാൻ അയച്ചിട്ടില്ല. നിങ്ങൾ പുതിയ ഫണ്ടുകളും കാര്യങ്ങളും ഒക്കെ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ ഈ റിസ്ക് പ്രൊഫൈൽ ഇവിടെ കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, റിസ്ക് പ്രൊഫൈൽ. അപ്പോൾ ഇത് ഞാൻ അയച്ചു തരുന്നുണ്ടാവും. ഒരു 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന് ആൻസർ തന്നു കഴിയുമ്പം 3 തരത്തിലുള്ള റിസ്ക് പ്രൊഫൈൽസാണ് ഉള്ളത്: കോൺസർവേറ്റീവ്, മോഡറേറ്റ്, അഗ്രസീവ്. അപ്പോൾ ഇതിലേത് കാറ്റഗറിയാണ് നിങ്ങളെന്ന് എനിക്ക് മനസ്സിലാവും. പിന്നീട് നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് ചോദിക്കുമ്പം ഈ കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ടായിരിക്കും ഞാൻ തരിക. കുറേ പേര് അതിന് ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്നവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ റിസ്ക് പ്രൊഫൈൽ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരും. ഇല്ലെങ്കിൽ നിങ്ങൾ ഫണ്ട് സെലക്ഷന് വരുമ്പോഴായിരിക്കും ഞാൻ അയച്ചു തരിക. കാരണം കുറേ കസ്റ്റമർ ഉള്ളതുകൊണ്ടേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത്, ഈ 3 കാറ്റഗറിയിലുള്ള ആളുകൾക്കും വിവിധ പേഴ്സൻറ്റേജിലാണ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് ഡിസൈൻ ചെയ്യേണ്ടത്. പിന്നെ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്നുള്ളത്, എന്താണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത്, അതായത് കോഷൻസ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അതുപോലെ തന്നെ ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് എങ്ങനെയാണ് ഈ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടും മറ്റ് ഫണ്ടുകളും വെച്ചിട്ട് പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഒരു ടൈപ്പ് ഓഫ് ഫണ്ടിൽ ഇത്ര ലക്ഷം രൂപ ഇടുക, അല്ലെങ്കിൽ ഇത്ര പേഴ്സൻറ്റേജ് ഇടുക. അപ്പോൾ അവിടെയും എന്താണ് ഈ റിസ്ക് വരുന്നുണ്ട്. കൺസർവേറ്റീവ് ഇൻവെസ്റ്റർക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ മോഡറേറ്റ് ഇൻവെസ്റ്ററിന് വരുന്നുണ്ട്, അതുപോലെ തന്നെ അഗ്രസീവ് ഇൻവെസ്റ്ററിന് വരുന്നുണ്ട്. ഈ 3 ടൈപ്പ് ഇൻവെസ്റ്റേഴ്സിനും ഈ പേഴ്സൻറ്റേജ്, അതായത് അവർ അലോക്കേറ്റ് ചെയ്യേണ്ട പേഴ്സൻറ്റേജ്, വിവിധ ഫണ്ടുകളിൽ ചെയ്യേണ്ട പേഴ്സൻറ്റേജ് എന്താണ്, വ്യത്യാസമായിരിക്കും. അപ്പോൾ അതും ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ ഒരു പിക്ചർ കിട്ടിയല്ലോ. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ട് അത് നിർത്തിയതല്ല കേട്ടോ. 5 വീഡിയോസ് ആണെന്ന് തോന്നുന്നു മ്യൂച്വൽ ഫണ്ട് പഠിക്കാമെന്നുള്ള ആ സീരീസിൽ. അല്ല, 24 ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടിൽ 5 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം കേട്ടോ. ഇപ്പോൾ ആ സ്ക്രീനിൽ നോക്കി കഴിഞ്ഞാൽ മുകളിൽ ഐ ബട്ടൺ ഉണ്ട്, അവിടെ കാണാൻ പറ്റും. അത് പഠിക്കാത്തവർ ഈ വീഡിയോ കണ്ടതിന് ശേഷം പോയി പഠിച്ചാൽ മതി. ഓക്കെ, അത് പഠിക്കുക. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് സീരീസിലുള്ള വീഡിയോകളെല്ലാം നമ്മൾ ഒരു പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് മ്യൂച്വൽ ഫണ്ട് പഠിക്കാമെന്നുള്ള പ്ലേലിസ്റ്റിലാണ്. ഈ വീഡിയോയും ആ പ്ലേലിസ്റ്റിലേക്ക് പോകും. അതിൽ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതും കണ്ടിട്ട് ഇത് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഏഞ്ചൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഡിമാറ്റ്, ETF-കൾ, പിന്നെ സ്റ്റോക്കുകൾ, ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഏഞ്ചൽ ഫണ്ടിൽ അക്കൗണ്ട് എടുക്കാം. അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് എടുക്കാം. ഇന്ത്യ ബുൾ സെക്യൂരിറ്റീസിലും അക്കൗണ്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുമായിട്ട് അക്കൗണ്ട് എടുത്ത് അസോസിയേറ്റ് ചെയ്യുന്നവർ മാത്രം വാട്സപ്പ് ചെയ്താൽ മതിയാകും. കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. എനിക്കത് മൊത്തം മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറേ മെസ്സേജുകൾ, ഇപ്പോൾ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വരുന്ന മെസ്സേജുകളൊന്നും അങ്ങനെ നോക്കാറില്ല. അത് സ്റ്റാഫായിരിക്കും നോക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാഫിന് അതിനെപ്പറ്റി അറിയത്തുണ്ടാവില്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും ചോദിക്കുന്നത്, ഒരു സ്റ്റോക്കിൻ്റെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. നമ്മുടെ സ്റ്റാഫിന് അറിയത്തുണ്ടാവില്ല. അപ്പം അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. എനിക്കെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയല്ലോ, ഫുൾ മെസ്സേജും എനിക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ കസ്റ്റമറുടെ മെസ്സേജ് മാത്രമാണ്, അതായത് നമ്മുടെ അക്കൗണ്ട് എടുത്ത് അതിൽ ആക്റ്റീവായി നിൽക്കുന്നവരുടെ മാത്രമാണ് മെസ്സേജുകളാണ് ഇപ്പോൾ നോക്കുന്നത്. എന്തായാലും വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ പോർട്ട്ഫോളിയോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്. ഇത് നോർമലി ഒരാൾ ഇപ്പോൾ ഇൻവെസ്റ്റിനായിട്ട് വരുമ്പം ആരും ഇങ്ങനെ ഒരു ഫണ്ട് സജസ്റ്റ് ചെയ്യില്ല.
ഇതെപ്പോഴാണ് സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു പോർട്ട്ഫോളിയോ എല്ലാം ബിൽഡ് ചെയ്തതിന് ശേഷമാണ് സജസ്റ്റ് ചെയ്യുക. നോർമലി ഈ ഫണ്ടിന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഭയങ്കര അഗ്രസീവായിട്ടുള്ള റിട്ടേൺ കിട്ടില്ല, എന്നാൽ വളരെ മോശമായിട്ടുള്ള റിട്ടേൺ കിട്ടില്ല. എന്താണ് കാരണം നോക്കാം. ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇക്വിറ്റിയിലും ഡെപ്റ്റിലും ഗോൾഡ് അല്ലെങ്കിൽ മറ്റ് കമ്മോഡിറ്റികളിലുമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇക്വിറ്റി, ഡെപ്റ്റ് ആൻഡ് ഗോൾഡ്. ഗോൾഡല്ല, കമ്മോഡിറ്റീസ് എന്ന് പറയാം. കമ്മോഡിറ്റീസ് വിഭാഗത്തിലാണ് ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നോർമലി ആളുകൾക്ക് ഈ ഇക്വിറ്റി ഫണ്ടാണ് വളരെ താല്പര്യം. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്ന ഫണ്ട് ഏതാണ്? അത് ഇക്വിറ്റി ഫണ്ടായിരിക്കും. ഇക്വിറ്റി ബേസ്ഡ് ഫണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ ലോസിലേക്ക് പോകുന്ന ഫണ്ട് ഏതാ? അതും ഇക്വിറ്റി തന്നെയായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് മാനേജ് ചെയ്ത് നിർത്തണ്ടേ. അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇക്വിറ്റിയിലും ഡെപ്റ്റിലും കമ്മോഡിറ്റിയിലും അല്ലെങ്കിൽ ഗോൾഡിലുമാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ അറിയാം. അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്, നോക്കാം. അപ്പോൾ സെബിയുടെ ഹെഡ് ഓഫീസിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് എല്ലാം കൺട്രോൾ ചെയ്യുന്ന സെബിയാണെന്ന് അറിയാലോ. അപ്പോൾ ഭീകരമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ് നമ്മളിവിടെ കാണുന്നത്. മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിന് സെബി ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. 3 അസറ്റ് ക്ലാസ്സുകളിലും ഏറ്റവും കുറഞ്ഞത് 10% ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 10% ഇൻ അറ്റ്ലീസ്റ്റ് 3 അസറ്റ് ക്ലാസ്സസ്. 3 അസറ്റ് ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ 10% എന്നുള്ളത് 10, 10, 10 വെച്ചാൽ 30% ആവുള്ളൂ. എന്നാൽ ഇത് ടോട്ടൽ എത്ര ആകണം? 100% ആകുകയും ചെയ്യണം. അപ്പോൾ ഫണ്ട് മാനേജർക്ക് അവരുടെ ഒരു വിവേചനം അനുസരിച്ചിട്ട് ഈ അലോക്കേഷനിൽ മാറ്റം വരുത്താവുന്നതാണ്. പക്ഷേ മിനിമം 10% ആയിരിക്കണം. നോർമലായിട്ട് വരുന്ന ഒരു കോമൺ സ്ട്രക്ചർ പറയാം. അതായത് ടൈപ്പിക്കൽ സ്ട്രക്ചർ. ഇക്വിറ്റിയിൽ ഒരു 30 മുതൽ 70% വരെ അലോക്കേഷൻ ആവാം. ഡെപ്റ്റിൽ ഒരു 10% മുതൽ 60% വരെ അലോക്കേഷൻ ആകാം. ഇക്വിറ്റി എന്തിനാണ് ഈ അലോക്കേഷൻ ചെയ്യുന്നത്? അത് ഗ്രോത്ത് പൊട്ടൻഷ്യലാണ്. കാരണം ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കിട്ടുന്ന ഇക്വിറ്റിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അലോക്കേഷൻ ചെയ്യുന്നത്. ഡെപ്റ്റിൽ 10 മുതൽ 60% വരെ സ്റ്റെബിലിറ്റി ആൻഡ് ഇൻകം. നമുക്കറിയാം മാർക്കറ്റ് താഴേക്ക് പോയാലും ഡെപ്റ്റ് ഫണ്ടുകൾ താഴേക്ക് പോകുന്നില്ല. നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഏറ്റവും കുറവ് റിസ്ക് ഉള്ള ഫണ്ടാണ് ഡെപ്റ്റ് ഫണ്ടുകൾ. നോർമലി എഫ് ഡിയും മറ്റുമൊക്കെ ഇടുന്നവർക്ക് അതിന് പകരമായിട്ട് പരിഗണിക്കാവുന്ന ഫണ്ടാണ് ഡെപ്റ്റ് ഫണ്ടുകൾ. അപ്പോൾ അതൊരു ഇൻകം സ്രോതസ്സായിട്ടും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു സ്റ്റെബിലിറ്റിക്കും വേണ്ടി ഉപയോഗിക്കാം. അത് 10 മുതൽ 60% വരെ ഡെപ്റ്റിൽ അലോക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഗോൾഡ് ഓർ കമ്മോഡിറ്റീസ് അതിന് 10% മുതൽ 30% വരെ അലോക്കേറ്റ് ചെയ്യും. എന്തിനാണ് ഇതിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇൻഫ്ലേഷനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻഫ്ലേഷൻ നമുക്കറിയാലോ, ഓരോ വർഷം മുന്നോട്ട് പോകും തോറും നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞു വരികയാണ്. അപ്പോൾ അവിടെ ഇൻഫ്ലേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇൻഫ്ലേഷനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഗോൾഡിലും കമ്മോഡിറ്റികളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഗോൾഡിൻ്റെ റിട്ടേൺ ഇൻഫ്ലേഷനെ കഴിഞ്ഞ് മുകളിലാണ്. അപ്പോൾ നമ്മുടെ പണത്തിന് ഒരു മൂല്യശോഷണം സംഭവിക്കുമെങ്കിലും നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു മൂല്യശോഷണം സംഭവിക്കുന്നില്ല. കാരണം അതിൽ ഈ പറയുന്ന ഗോൾഡിലും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ട്. എന്തിനാണ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മുടെ അസറ്റ് പ്ലസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകൾ കണ്ടെത്തുക എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളങ്ങനെ നോക്കിയിട്ട് ഏറ്റവും നല്ല ഫണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫണ്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നോക്കിയിട്ടാണ് നല്ല ഫണ്ട് ഏതാണെന്ന് നമ്മൾ എടുക്കുക. പലരും നോക്കുക പാസ്റ്റ് റിട്ടേൺ മാത്രമാണ്. അത് മാത്രമല്ല നോക്കണ്ടേ, ഒരുപാട് കാര്യങ്ങൾ നോക്കണം. എന്തായാലും അത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യൂ. അതുപോലെ നമ്മുടെ അസറ്റ് പ്ലസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഞാൻ വാട്സപ്പിൽ തന്നെ അയച്ചു തരുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ എത്തും കേട്ടോ. നിങ്ങളുടെ പോർട്ട്ഫോളിയോ നോക്കിയിട്ട് ഏറ്റവും യോജിച്ച ഫണ്ട് ഏതാണെന്ന് നോക്കിയിട്ട് അത് ഞാൻ അയച്ചു തരും. പേഴ്സൻറ്റേജ് എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, അതായത് പോർട്ട്ഫോളിയോ അനുസരിച്ച് എത്ര പേഴ്സൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. എന്നിട്ട് അതിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണല്ലോ. മാറ്റങ്ങളൊക്കെ വരുത്തി വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോയിൽ പറയുന്നത് പോലെ അങ്ങനെയും ഇൻവെസ്റ്റ് ചെയ്യാം. നോ ഇഷ്യൂ. നമ്മളൊരു ഐഡിയൽ ഒരു പോർട്ട്ഫോളിയോ ആയിരിക്കും പറയുക. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ നമ്മുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് വരുത്താം. അപ്പോൾ എന്തായാലും ഒന്നാമത്തെ പോയിൻ്റ് കോർ ഡൈവേഴ്സിഫിക്കേഷൻ ടൂളാണ്. നമ്മളിപ്പോൾ എവിടെയാണ് വന്ന് നിൽക്കുന്നത്? പോർട്ട്ഫോളിയോയിൽ എന്താണ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിൻ്റെ റോൾ എന്നാണ്. ഓൾറെഡി സ്പ്രെഡ്സ് യുവർ മണി അക്രോസ് ഡിഫറൻറ്റ് അസറ്റ് ക്ലാസ്സസ്, സോ യു ഡോണ്ട് ഹാവ് ടു മാനേജ് ഈച്ച് സെപ്പറേറ്റ്ലി. ഇപ്പോൾ ഒരു മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് എടുക്കുമ്പം അതിൽ പൈസ ഓൾറെഡി ഡൈവേഴ്സിഫൈ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡെപ്റ്റ് ഫണ്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്, അതായത് എടുക്കാതെ ഇരിക്കാം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം നമുക്ക് താല്പര്യമുണ്ട്. നമ്മുടെ പോർട്ട്ഫോളിയോ ഇത്രയാണ്. അപ്പോൾ എന്തേരം ഇൻവെസ്റ്റ് ചെയ്യണം നമുക്കറിയില്ല. അതിന് ഏതാണ് നല്ല ഫണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെയൊന്നും അറിയില്ല എങ്കിൽ നിങ്ങൾ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. കാരണം അത് കറക്റ്റ് അതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ഫണ്ടുകളും വ്യത്യസ്ത പേഴ്സൻറ്റേജിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഓരോ സമയങ്ങളിലും ഈ പേഴ്സൻറ്റേജ് മാറുന്നുണ്ടാകും. കാരണം ഇപ്പോൾ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് ഗോൾഡിന് റിട്ടേൺ കൂടുതലായിരിക്കും, മാർക്കറ്റ് കയറുന്ന സമയത്ത് ഗോൾഡിന് റിട്ടേൺ കുറവുമായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് ഫണ്ട് മാനേജർ ഈ സംഭവം കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്തോളൂ. അപ്പോൾ എന്താണ്, മൊത്തത്തിൽ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഉള്ള ഒരു അസറ്റ് ആണ് ഈ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്. വേറെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ ആവശ്യം ഇല്ല. ഇപ്പോൾ ഡെപ്റ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ഫണ്ട് ഡെപ്റ്റിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മറ്റു പല ആവശ്യങ്ങൾക്കും ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും കേട്ടോ, ഡെപ്റ്റ് ഫണ്ടുകളിൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഇനി രണ്ടാമത്തെ പോയിൻറ്റ്, നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, പിന്നെ മൾട്ടി ക്യാപ്പ്, മൊമെൻറ്റം ഫണ്ടുകൾ, ആൽഫ, ഇങ്ങനെ നമ്മൾ പല മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്കറിയാം 24 തരം മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതിൽ തന്നെ സബ് കാറ്റഗറി വേറെയുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ എടുക്കും, എത്രത്തോളം എടുക്കുമെന്ന് ആർക്കും അറിയില്ല അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് നമുക്ക് തേടാവുന്നതാണ്. പക്ഷേ ഈ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് എടുക്കുമ്പോൾ അതിൽ ഇതെല്ലാം ഉണ്ട്. കറക്റ്റായിട്ടായിരിക്കും ആ ഫണ്ട് മാനേജർ അത് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് തിരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഉള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു വൺ സ്റ്റോപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് റീബാലൻസ് ചെയ്യണം അല്ലേ? ഇപ്പോൾ മാർക്കറ്റ് താഴേക്ക് ഇങ്ങനെ പോവാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്നു. നമ്മളത് മാനുവലി ചെയ്യണം. മാർക്കറ്റ് മുകളിലേക്ക് പോവാണ്, ഒരു വാല്യുവേഷനൊക്കെ കുറച്ച് ഉയർന്നിരിക്കുമ്പോൾ നമ്മൾ ഇക്വിറ്റിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചതിന് ശേഷം ഡെപ്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടണം. മാർക്കറ്റ് താഴേക്ക് പോകുന്ന ആ സമയത്ത് സ്വർണ്ണത്തിൻ്റെ വില കൂടുന്നുണ്ടാകും. അപ്പോൾ മാർക്കറ്റ് മുകളിലൊക്കെ നിൽക്കുമ്പോൾ സ്വർണ്ണത്തിന് വില അല്പം കുറവാണെങ്കിൽ ആ സമയത്ത് സ്വർണ്ണത്തിലും വെള്ളിയിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഒരു ഫ്രീക്വൻറ്റ് റീബാലൻസിങ് ആണ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നടത്തേണ്ടത്. ഇത് മാനുവലായിട്ട് നമ്മൾ തന്നെയാണ് നടത്തുക. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്കൊരു ഫണ്ട് മാനേജർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെപ്പോലെ ഓതറൈസ്ഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ എന്നോട് അങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ടല്ലോ, വാട്സപ്പിൽ കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവരുടെ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്തിട്ട് അവരോട് പറയും ഇന്ന ഫണ്ടാണ് നല്ലത്, ഇന്ന ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, അതായത് എനിക്ക് ഈ ഒരു പൈസ ഒരു 3 വർഷം കഴിഞ്ഞ് വേണം, അപ്പോൾ അതിന് പറ്റിയ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ, അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫ്രീക്വൻറ്റ് റീബാലൻസിങ് ഈ ഒരു ഫണ്ടിൽ ആവശ്യമില്ല. അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, മോഡറേറ്റ് റിസ്ക് ഇൻവെസ്റ്റേഴ്സിന് ഇത് സ്യൂട്ടബിളാണ്. അതായത് വളരെ അഗ്രസീവായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് അല്ല ഇത് സ്യൂട്ടബിൾ. വളരെ ലോ റിസ്ക് എടുക്കുന്ന, ഇപ്പോൾ ഡെപ്റ്റ് ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനുമല്ല ഇത് സ്യൂട്ടബിൾ. മോഡറേറ്റ് ആയിട്ട്, അതായത് ഒരു മീഡിയം റിസ്ക് എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ ഫണ്ട് സ്യൂട്ടബിളാണ്. അപ്പോൾ അതും നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ അലോക്കേഷൻ ഡിസിഷനാണ്. മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എത്ര ശതമാനം മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് വേണം, പ്രധാനപ്പെട്ട കാര്യമല്ലേ? അതാണ് നമ്മൾ ഈ സ്ലൈഡിൽ കാണാൻ പോകുന്നത്. നിങ്ങളൊരു കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ ആണെങ്കിൽ, അതായത് കൺസർവേറ്റീവ് അറിയാലോ, ഏറ്റവും കുറഞ്ഞ റിസ്ക് എടുക്കുന്ന ആൾ, ലോ റിസ്ക്, നിങ്ങളുടെ പ്രൊഫൈൽ ലോ റിസ്ക് ആണ് എങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് 30 മുതൽ 50% വരെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ബാലൻസ് എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം? ബാലൻസ് വേണമെങ്കിൽ ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഫിക്സ്ഡ് ഡിപ്പോസിറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാം. സോ വളരെ റിസ്ക് കുറഞ്ഞ ഇൻവെസ്റ്റേഴ്സ് ഏതിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? 1, മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ 50% വരെ ഇൻവെസ്റ്റ് ചെയ്യാം. 2, ഡെപ്റ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 3, ഫിക്സഡ് ഡിപ്പോസിറ്റ്. അത് ആവശ്യമില്ല, ഡെപ്റ്റ് ഫണ്ടുകളിൽ ചെയ്താൽ മതിയാകും. പിന്നെ FD ഞാനിവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് FDയിലും ചെയ്യാം. FDക്ക് ഒരു ഡ്രോബാക്ക് ഉണ്ട്. കാരണം അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 വർഷത്തെ കാലാവധി ആണെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടാണ് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ പ്രശ്നം എന്നാണ്, FDക്ക് TDS ഉണ്ട്. നമ്മൾ 1 വർഷം കഴിഞ്ഞത് ഓട്ടോമാറ്റിക്കലി ഇത് വിഡ്രോ പോലെ ആകും അല്ലേ, മെച്യൂരിറ്റി ആകും. ആ സമയത്ത് പിന്നെയും നമ്മൾ വേണമെങ്കിൽ എടുത്തിട്ടിടണം, അല്ലെങ്കിൽ അത് പുതുക്കിയിടണം. എങ്ങനെ ഇട്ടാലും 10% TDS ഗവൺമെൻറ് പിടിക്കും. പിന്നെ നമ്മൾ ടാക്സൊക്കെ ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ അതൊക്കെ കുറേയൊക്കെ തിരിച്ചെടുക്കാം. ഫയൽ ചെയ്യാത്തവരാണെങ്കിൽ അത് പിടിച്ചു, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ TDS പിടിക്കുമെന്ന കേസിൽ തന്നെ നമുക്ക് നിൽക്കാം.
അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റിനെ കഴിഞ്ഞും മെച്ചം ഡെപ്റ്റ് ഫണ്ടാണ്. അപ്പോൾ ഡെപ്റ്റ് ഫണ്ടിന് ടാക്സ് ഇല്ലേന്ന് വിചാരിക്കും. ഡെപ്റ്റ് ഫണ്ടിന് ടാക്സ് ഉണ്ട്, പക്ഷേ വിൽക്കുമ്പോഴേ ടാക്സ് ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ട് 10 വർഷം കഴിഞ്ഞിട്ടേ നമുക്ക് ആവശ്യം വന്നുള്ളൂ എന്ന് വിചാരിക്കുക. എഫ് ഡി ആണെങ്കിൽ അങ്ങനെയല്ലല്ലോ. അടുത്ത വർഷം എഫ് ഡി പുതുക്കണം. ചിലത് 2 വർഷത്തിൻ്റെ എഫ് ഡി ഉണ്ട്, അങ്ങനെ. അപ്പോൾ ആ സമയം എത്തുമ്പോൾ അത് പുതുക്കണം. അപ്പോൾ പുതുക്കുമ്പോൾ അത് വിഡ്രോ ചെയ്യുന്ന പോലെയാണ്. അതിന് ടാക്സ് കാര്യങ്ങളൊക്കെ പേ ചെയ്യണം. എന്നാൽ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഈ ഡെപ്റ്റ് ഫണ്ട് തന്നെ എടുക്കുക. നമ്മളത് ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് അടുത്ത വർഷം അത് ആ പൈസ ആവശ്യമില്ല, അത് അവിടെ കിടന്നോട്ടെ, നമ്മൾ ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. ഇനി രണ്ടാമത്തെ വർഷമായി, നമുക്ക് ആവശ്യമില്ല, ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടയ്ക്ക് വെച്ച് പിൻവലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഇൻട്രസ്റ്റ് കിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു 8% ഇൻട്രസ്റ്റിനാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ നമുക്കൊരു 6 മാസം കഴിയുമ്പോൾ ഫണ്ട് വേണം. അപ്പോൾ നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ ഈ പറയുന്ന 8% ആയിരിക്കില്ല. ഈ 6 മാസം വരെ എത്രയാണോ ആ ബാങ്ക് കൊടുക്കുന്നത്, ചിലപ്പോൾ 4% ആയിരിക്കും, ചിലപ്പോൾ 3% ആയിരിക്കും. ആ ഇൻട്രസ്റ്റേ നമുക്ക് കിട്ടുള്ളൂ. അതിൽ നിന്ന് 1%ത്തിൻ്റെ ഒരു കട്ടും ഉണ്ടാവും, അല്ലേ? എല്ലാ ബാങ്കിലും എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്തായാലും കട്ടുണ്ടാകുന്നുള്ള ഉറപ്പാണ്. പെനാൽറ്റി എന്ന് പറയും. അപ്പോൾ നമുക്ക് അവിടെ ഒരു 3% റിട്ടേൺ കിട്ടേണ്ടടുത്ത് 1% കട്ടും കൂടെ ചെയ്ത് 2% കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം എന്താണ്, ഈ മ്യൂച്വൽ ഫണ്ടിലില്ല. അവിടെ കട്ടിങ്ങും ഷേവിങ്ങും ഇല്ല. പിന്നെ നോർമലി ഡെപ്റ്റ് ഫണ്ടുകൾ എക്സിറ്റ് ലോഡ് ഉണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടെങ്കിലും അതിൻ്റെ ദിവസം വളരെ കുറവായിരിക്കും. ചിലതൊക്കെ ഒരാഴ്ച ഉണ്ടാവുള്ളൂ, ചിലത് ഒരു ദിവസം ഉണ്ടാവുള്ളൂ, ചിലത് മിക്കവാറും തന്നെ 0 ആയിരിക്കും. അപ്പോൾ ഈ ലോക്കിംഗ് പീരീഡ് എന്നുള്ളൊരു സംഭവമില്ലേ, ആ ഒരു സംഭവം ഈ പറയുന്ന ഡെപ്റ്റ് ഫണ്ടിൽ ഒന്നെങ്കിൽ വളരെ കുറഞ്ഞ ദിവസമായിരിക്കാം, ഒരാഴ്ച പോലെയുള്ള ദിവസങ്ങൾ, അല്ലെങ്കിൽ ഇല്ലായിരിക്കാം. മെജോറിറ്റി ഫണ്ടുകളിലും ഇല്ല. എന്നാൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് അങ്ങനെയല്ല. ഈ സാധനം ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. അതിനുള്ളിൽ പിൻവലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സേവിങ് അക്കൗണ്ടിലിട്ട മെച്ചം പോലും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മോഡറേറ്റ് റിസ്ക്, അവർ 40% മുതൽ 60% വരെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കേ, റെസ്റ്റ് ഇൻ ലാർജ് ക്യാപ്പ് ഇക്വിറ്റി ഫണ്ട്സ്. ബാലൻസ് ഏതിലാണ് ചെയ്യുക? ഇക്വിറ്റി ഫണ്ട്സിൽ. അപ്പോൾ ഇങ്ങനെ ഈ മോഡറേറ്റ് റിസ്ക് എടുക്കാൻ പറ്റുന്നവർക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അവർ ഇക്വിറ്റിയിൽ തന്നെ ലാർജ് ക്യാപ്പിലാണ് ചെയ്യേണ്ടത്. മിഡ് ക്യാപ്പ് ഉണ്ട്, സ്മോൾ ക്യാപ്പ് ഉണ്ട്, പിന്നെ ഫ്ലെക്സി ക്യാപ്പ്, മൾട്ടി ക്യാപ്പ്, അങ്ങനെ പോകുന്നു. അപ്പോൾ നോർമലി ലാർജ് ക്യാപ്പാണ്. പക്ഷേ ഇതിൽ കുറച്ച് എക്സെപ്ഷൻ ചെയ്യാം കേട്ടോ. കാരണം ലാർജ് ക്യാപ്പ് നോർമലി റിട്ടേൺ വളരെ കുറവായിരിക്കും കൊടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ലാർജ് പ്ലസ് മിഡ് ക്യാപ്പ് ആയിരിക്കും കൊടുക്കുക. കാരണം അവർക്ക് കുറച്ച് റിട്ടേൺ വേണമല്ലോ. അത് റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചിട്ടാണ് കൊടുക്കുക. ഞാൻ ഈ പ്രസൻറ്റേഷനിൽ ഇവിടെ ലാർജ് ക്യാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് ഇട്ടെന്നേ ഉള്ളൂ. മോഡറേറ്റ് റിസ്ക് ഉള്ളവർ ഐഡിയലി അങ്ങനെയാണ് ചെയ്യേണ്ടത്. ലാർജ് ക്യാപ്പ് അവർക്ക് ഇച്ചിരി റിട്ടേൺ കുറവായിരിക്കും. പക്ഷേ നോർമലി ലാർജ് ക്യാപ്പ് ഇക്വിറ്റി ഈ ഫണ്ടുകളൊക്കെ വളരെ റിട്ടേൺ കുറവല്ലേ കൊടുക്കുന്നത്, നമ്മൾ ചെക്ക് ചെയ്താൽ അറിയാലോ. പക്ഷേ ഇതാണ് ഐഡിയൽ. ഇനി അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സിന് 20 മുതൽ 40% വരെ മൾട്ടി അസറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ബാലൻസ് ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ട്സ്. ഇതിൽ ആ പറയുന്ന ഒരുപാട് കാറ്റഗറി ഫണ്ട്സ് വരും. മിഡ് ക്യാപ്പും ലാർജ് ക്യാപ്പും അത് രണ്ടും ഉള്ളതും, സ്മോൾ ക്യാപ്പും മൾട്ടിയും ഫ്ലെക്സിയും മൊമൻറ്റം ഫണ്ടുകളും ആൽഫ ഫണ്ടുകളും കോൺട്രാ ഫണ്ടുകളും വാല്യൂ ഫണ്ടുകളും അങ്ങനെ അങ്ങ് പോകുന്നു. അപ്പോൾ അത് നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ചും റിട്ടേൺ അനുസരിച്ചും ഒക്കെ ഏതൊക്കെ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് സ്റ്റഡി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്ന ആൾക്കാരും 20 മുതൽ 40% വരെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ സംഭവം മിക്കവരും ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫണ്ട്, കാനറ റൊബേക്കയുടെ ഒരു ഫണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന്, പഴയ കസ്റ്റമേഴ്സിന് അറിയാൻ കൊടുത്തിട്ടുണ്ട്. ഈ വർഷം തന്നെ കൊടുത്തിട്ടുണ്ട്. NFO വന്നപ്പോൾ ഒരു നല്ലൊരു NFO ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ NFO ആയതുകൊണ്ട് പുതിയ ഫണ്ടാണ്, നമുക്ക് ആ 10 രൂപ NAVയിൽ കിട്ടുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഭയങ്കര ബെനിഫിറ്റോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. 10 രൂപ കിട്ടിയതുകൊണ്ട് ഭയങ്കര അട്രാക്റ്റീവ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ NFO ഒക്കെ നല്ല ഇത് വരുമ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അതില്ലെങ്കിലും അത് പറയാറുണ്ട്. എല്ലാ NFO ഒന്നും പറയാറില്ല, നല്ലത് വന്നു കഴിയുമ്പോൾ അത് പറയാറുണ്ട്. വീണ്ടും നമുക്ക് ഈ പോയിന്റിലേക്ക് തിരിച്ചു വരാം. ഏറ്റവും റിസ്ക് എടുക്കുന്ന ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് പോലും 20 മുതൽ 40% വരെ നമ്മുടെ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഫണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക, ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. മൾട്ടി അസറ്റ് അലോക്കേഷൻ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ബാലൻസ് വിവിധ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ഫണ്ടിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഓട്ടോമാറ്റിക് റീബാലൻസിങ് ആണ്. നമ്മൾ മാനുവലായിട്ട് റീബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ പോർട്ട്ഫോളിയോ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടണം, മാർക്കറ്റ് മുകളിലേക്ക് പോയി ഒരു വാല്യുവേഷനൊക്കെ കൂടി നിൽക്കുമ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടണം.
പിന്നെ ശരിക്കും അതിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ നോക്കി ഒരു ഡിസ്കൗണ്ട് പ്രൈസിലാണോ എന്ന് നോക്കിയിട്ട് അങ്ങനെയുള്ള ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കണം. പക്ഷേ ഈ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ ഇതെല്ലാം ഫണ്ട് മാനേജർ ചെയ്തോളും. മാർക്കറ്റ് നല്ല മുകളിൽ നിൽക്കുമ്പോൾ ഡെപ്റ്റിലേക്ക് അലോക്കേഷൻ കൂട്ടും. മാർക്കറ്റ് നല്ല താഴേക്ക് പോകുമ്പോഴത്തേനും ഇക്വിറ്റിയിലേക്ക് കൂട്ടിയിട്ട് ഡെപ്റ്റിൽ കുറയ്ക്കും. വേണം ഡെപ്റ്റിലെ സംഭവങ്ങൾ നമുക്ക് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യുകയും ചെയ്യാം. മൊത്തമല്ല കുറച്ചൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനുവലായിട്ട് പോർട്ട്ഫോളിയോയിൽ ഇങ്ങനെ ഡെപ്റ്റിൽ മുകളിലേക്ക് പോകുമ്പോൾ ഡെപ്റ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിയിട്ട് താഴെ എത്തുമ്പോൾ മാർക്കറ്റ് താഴേക്ക് എപ്പോഴെങ്കിലും പോകുമ്പോൾ ഇതിൽ നിന്ന് സ്വിച്ച് ചെയ്ത് ഇക്വിറ്റിയിലേക്ക് ഇടും. റിട്ടേൺ ഒക്കെ കൂട്ടാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണത്. അപ്പോൾ അത് നമ്മൾ മാനുവലി ചെയ്യണം. ആ ഒരു സംഭവം ഇവിടെ ചെയ്യേണ്ട. ഫണ്ട് മാനേജർ അത് കറക്റ്റായിട്ട് മാർക്കറ്റിൻ്റെ സൈക്കിൾ നോക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തോളും. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഡ്യൂറിങ് മാർക്കറ്റ് ഡൗൺ ടേൺസ് ആണ്. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഇക്വിറ്റി പോർട്ട്ഫോളിയോ പൊട്ടി പൊളിഞ്ഞ് ചുമന്ന് തുടുത്ത് പഴുത്ത് പണ്ടാരം അടക്കും. ആ ഒരു സമയത്ത് ഇതിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ഇത് അത്രയ്ക്കധികം താഴേക്ക് പോവില്ല. തീരെ താഴേക്ക് പോയില്ലെന്നല്ല, മോഡറേറ്റ് റിസ്ക് ഉണ്ട് ഇതിന്. പക്ഷേ ഈ ഫണ്ടിലുള്ള ഡെപ്റ്റ് അത് താഴേക്ക് പോവില്ല. ഇപ്പോൾ ഡെപ്റ്റ് ഫണ്ടുകളുണ്ട്, അത് താഴേക്ക് പോവില്ല. പിന്നെ ഇതിലുള്ള ഗോൾഡ് ഉണ്ട്. നോർമലി മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഗോൾഡ് മുകളിലേക്കാണ് പോവുക. അപ്പോൾ അതും താഴേക്ക് പോകില്ല. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ മുകളിലേക്ക് പോകും. ഇതിനകത്തുള്ള ഇക്വിറ്റി താഴേക്ക് പോകും. ആ സമയത്ത് ഫണ്ട് മാനേജേഴ്സ് ഇക്വിറ്റിയുടെ അലോക്കേഷൻ കുറച്ചാൽ താഴേക്ക് പോകുന്ന കാണുമ്പം ഇക്വിറ്റിയുടെ അലോക്കേഷൻ കുറച്ച് ഡെപ്റ്റിലേക്കും ഗോൾഡിലേക്കും കൂടുതൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാലൻസിങ് ഒരു പ്രൊട്ടക്ഷനായി അവിടെ. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴാണ് നമ്മുടെ പോർട്ട്ഫോളിയോനെ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് താഴേക്ക് പോകാതെ, ഇക്വിറ്റി മാത്രമാണ് ഉള്ളതെങ്കിൽ ഭയങ്കരമായിട്ട് താഴേക്ക് പോകും. അങ്ങനെ താഴേക്ക് പോകാതെ തടഞ്ഞു നിർത്തുന്ന ഒരു ഫണ്ടാണ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്. അപ്പോൾ ഈ ഫണ്ട് ആ സമയത്തും പ്രോഫിറ്റിലായിരിക്കാം. വേണമെങ്കിൽ നമുക്ക് ക്യാഷിന് അത്യാവശ്യമുള്ളപ്പോൾ ലോസിലുള്ള ഇക്വിറ്റികൾ വിൽക്കാതെ, അതായത് ഇക്വിറ്റി ഫണ്ടുകൾ വിൽക്കാതെ ആ സമയത്തും മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡെപ്റ്റ് ഫണ്ടുകളോ ഒക്കെ വിറ്റിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നടത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് നഷ്ടം വരുന്നില്ല. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ ഒരു എവർ ഹൈയിലല്ല അല്ലേ? ഞാൻ ചാർട്ട് ഇടാം. അപ്പോൾ ഒരു എവർ ഹൈയിലല്ല നിൽക്കുന്നത്. എന്നാൽ ഈ സമയത്തും എവർ ഹൈയിൽ നിൽക്കുന്ന, അതായത് നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി നിൽക്കുന്ന ഒരുപാട് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളുണ്ട്. പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് അത് മുകളിലേക്ക് പോയിട്ടില്ല. പക്ഷേ നല്ല മിക്ക മൾട്ടി ക്യാപ്പ് ഫണ്ടുകളും, മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്, അത് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്ന മൾട്ടി ക്യാപ്പ് വേറെ ഫണ്ടുണ്ട്. അപ്പോൾ അതല്ല, ഇത് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടാണ്. അപ്പോൾ ഈ ഫണ്ടുകൾ ഹൈയും ബ്രേക്ക് ചെയ്ത് കുറേ നാളായി ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ നല്ല ലാഭത്തിലായിരിക്കും അവർ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇൻഫ്ലേഷൻ പ്രൊട്ടക്ഷൻ വയ ഗോൾഡ് ആൻഡ് ഇക്വിറ്റീസ്, നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. ഇൻഫ്ലേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. കോഷൻസ്, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ, എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്, അതിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഒന്ന്, ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പെൻസ് ഓൺ ഫണ്ട് മാനേജേഴ്സ് അസറ്റ് അലോക്കേഷൻ സ്കിൽ. അപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഫണ്ട് വേണം എടുക്കാനായിട്ട്. കാരണം ഫണ്ട് മാനേജറുടെ, പിന്നെ റീസെൻ്റ്ലി ആ ഫണ്ട് മാനേജർ മാറിയിട്ടുണ്ടോ ഇല്ലയോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ 5 വർഷം മുമ്പ് നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പാസ്റ്റ് റിട്ടേൺ നോക്കുക, 5 വർഷത്തെ പാസ്റ്റ് റിട്ടേൺ സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പോൾ ഈ ഫണ്ട് മതി. പക്ഷേ കഴിഞ്ഞ മാസമാണ് ഇത്രയും നാളും ആ ഫണ്ട് മാനേജ് ചെയ്തുകൊണ്ടിരുന്ന മാനേജർ റിസൈൻ ചെയ്തിട്ട് പുതിയ ആൾ കയറിയത്. ആ ഫണ്ട് പഴയ 5 വർഷത്തെ ആ ഒരു CAGR പെർഫോമൻസ് ഇനി തരാൻ സാധ്യതയുണ്ടോ? ഒരുപക്ഷെ അതിലും ബെറ്റർ തന്നേക്കാം, അല്ലെങ്കിൽ അതിലും വേസ്റ്റ് ആയേക്കാം. ഈ 2 സിനാരിയോ ഉള്ളതല്ലേ. പുതിയ ഫണ്ട് മാനേജറുടെ കഴിവ് പോലെ ഇരിക്കും. അദ്ദേഹം ഒരു പുതിയ ഫണ്ട് മാനേജറാണ്, വേറെ എവിടെയും വർക്ക് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ അയാൾ മാനേജ് ചെയ്ത ഫണ്ടുകളോ ഏതാണെന്ന് നമുക്ക് അറിയില്ല എങ്കിൽ നമ്മളവിടെ എടുക്കുന്ന വലിയൊരു റിസ്ക്കാണ്. ഞാൻ ഫണ്ട് മാനേജറുടെ സ്കില്ലിനെ പറ്റി പറഞ്ഞപ്പോൾ ഈ കാര്യം പറഞ്ഞാണ്. അപ്പോൾ ഇതൊക്കെ നോക്കണം കേട്ടോ, നമ്മളൊരു ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ. നോർമലി നമ്മുടെ റെക്കമെൻഡേഷനിൽ ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടാവും. അങ്ങനെ നോക്കണം, ഫണ്ടിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അല്ലാതെ പാസ്റ്റ് റിട്ടേൺ മാത്രം നോക്കിയാൽ പോരാ. അത് അങ്ങനെ നോക്കിയിട്ട് ഒരുപാട് പേര് അതിൽ ട്രാപ്പിലായി പോയിട്ടുണ്ട്. പാസ്റ്റ് റിട്ടേൺ നോക്കി മാനേജർമാരും ഫണ്ട് മാനേജർമാർ അത് നോക്കിയല്ലോ. അപ്പോൾ അങ്ങനെ ആകാതിരിക്കുക, നോക്കുക. ബുൾ മാർക്കറ്റിൽ മേ അണ്ടർ പെർഫോം, കണ്ടോ, മേ അണ്ടർ പെർഫോം. ഇത് ബുൾ മാർക്കറ്റിൽ നമുക്ക് ഭീകരമായിട്ടൊരു റിട്ടേൺ ഒന്നും തരില്ല. ഇപ്പം നല്ല റിട്ടേൺ തരുന്ന ഫണ്ടുകൾ, ഇപ്പോൾ CAGR എനിക്ക് തോന്നുന്നു 3 വർഷത്തേക്ക് 10-19%, 5 വർഷത്തെയൊക്കെ അത്യാവശ്യം നല്ല, 10 വർഷത്തെയൊക്കെ എനിക്ക് തോന്നുന്നു 16 തോന്നുന്നു. നോക്കാം, ഞാൻ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കാം, ലാസ്റ്റ് ഞാൻ കാണിക്കാം, ഫണ്ടുകൾ കാണിക്കാം.
അപ്പോൾ അത്രയും ഒക്കെ റിട്ടേൺ തന്നിട്ടുള്ള മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളുണ്ട്. എന്നാൽ ഒരു ബുൾ മാർക്കറ്റിൽ നോർമലി സാധാരണ ഇക്വിറ്റി ഫണ്ടുകളെ കഴിഞ്ഞും കുറച്ച് റിട്ടേണേ ഈ ഫണ്ട് തരുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. താഴ്ന്നു പോകുമ്പോൾ നമുക്ക് ആ പ്രൊട്ടക്ഷൻ ഉണ്ടാവും, ഭയങ്കരമായിട്ട് ഇടിഞ്ഞ് താഴേക്ക് പോവില്ല. മുകളിലേക്ക് പോകുമ്പോഴും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു കോഷനാണ്. ഇതെല്ലാം കൂടെ പെർഫെക്റ്റായിട്ട് ഒരു സാധനം കിട്ടിയല്ല കേട്ടോ. അപ്പോൾ ഒന്ന് ശരിയായാൽ ഒന്ന് ശരിയാകാത്ത സംഭവം എല്ലാം ഫണ്ടിലും ഉള്ളതാണ്. എല്ലാം പെർഫെക്റ്റായിട്ട് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരൊറ്റ ഫണ്ട് മതിയായിരുന്നു അല്ലേ. അങ്ങനെ ഒരു സംഭവം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, ഇനി ടാക്സേഷനാണ്. ടാക്സേഷൻ ഇതിൽ ഏതിൻ്റെ വരും? ഡെപ്റ്റിൻ്റെ ടാക്സേഷനാണോ ഇക്വിറ്റിയുടെ ടാക്സേഷനാണോ? അപ്പോൾ അത് ഏതിലാണോ കൂടുതലുള്ളത് അതിൻ്റെ ടാക്സേഷനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ. എന്ന് വെച്ച് അത് വലിയൊരു കൺഫ്യൂഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തായാലും നമ്മൾ ടാക്സ് കൊടുക്കണം. വിൽക്കുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം ടാക്സ് കൊടുക്കേണ്ടതെന്ന് അറിയാമല്ലോ. വിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാക്സേഷൻ എടുത്തോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ടാക്സേഷനിലൊരു കൺഫ്യൂഷൻസ് വരാം. ഇപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും, അതിൽ തന്നെ ഡെപ്റ്റിന് ഒരു ഇതാണ്, ഇക്വിറ്റിക്ക് ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഇതിൻ്റെ ടാക്സേഷനിൽ വരാം. അതിപ്പോൾ സെപ്പറേറ്റ് ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ആ ഒരു ടാക്സ് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ ഒരു വ്യത്യാസത്തിൽ ടാക്സിൻ്റെ ഇത് മാറാം. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് 10 ലക്ഷം രൂപയുള്ള ഒരു ഇൻവെസ്റ്റർ എങ്ങനെയൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് പൈസ ഇടേണ്ടതാണ്. മെയിനായിട്ട് ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിൻ്റെ അലോക്കേഷൻ തന്നെയാണ്. അതെങ്ങനെയാണ് എന്ന് നോക്കാം. ഇപ്പോൾ 3 തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ. ആരാണ് കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ? ലോ റിസ്ക് എടുക്കുന്നയാൾ. അവർ പ്രിയോറിറ്റി കൊടുക്കുന്നത് ക്യാപിറ്റൽ സേഫ്റ്റിക്കാണ്. ക്യാപിറ്റൽ സേഫ്റ്റി ഫസ്റ്റ്, റിട്ടേണിനല്ല അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല. നമുക്ക് റിസ്ക് ലോ ആയിരിക്കണം, നമുക്ക് ഭീകരമായിട്ട് റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ലോ റിസ്ക്കും അതുപോലെ തന്നെ ക്യാപിറ്റൽ സേഫ്റ്റി നോക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് അവരുടെ പോർട്ട്ഫോളിയോ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കാണുന്നത്. ഇവരുടെ ഗോൾ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യുക, അതായത് സംരക്ഷിക്കുക, ക്യാപിറ്റലിനെ സംരക്ഷിക്കുക. ഗെറ്റ് മോഡസ്റ്റ് ഗ്രോത്ത്, ഒരു അത്യാവശ്യം ഒരു ഗ്രോത്ത് കിട്ടുക, ഭീകരമായിട്ടല്ല, ഒരു FDയുടെ ഒക്കെ ഗ്രോത്ത്, അല്ലെങ്കിൽ അതിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ കൂടുതൽ, സേ ഒരു 10% CAGR, 12% CAGR, അത് 8 തൊട്ട് പോകും കേട്ടോ. പക്ഷേ ഈ ഒരു ഫണ്ട് അത്യാവശ്യം നല്ല CAGR തരും, അതായത് ഡെപ്റ്റ് ഫണ്ടിൻ്റെ കഴിഞ്ഞ് കൂടുതൽ തരും. അപ്പോൾ നമുക്കൊരു 10%, 12% അങ്ങനെ നോക്കാം. അപ്പോൾ ഗെറ്റ് മോഡസ്റ്റ് ഗ്രോത്ത്, ഞാനിവിടെ 10 എന്ന് പറയുകയാണ്, 10% ഗ്രോത്തൊക്കെ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക്. റെഡ്യൂസ് വൊളറ്റിലിറ്റി, അതായത് വൊളറ്റിലിറ്റി അറിയാലോ, ഭയങ്കരമായിട്ട് മുകളിലേക്ക് പോകുന്നു, ഭയങ്കരമായിട്ട് താഴേക്ക് പോകുന്നു. ഇത് ഏത് ഫണ്ടാണ്? എസ്പെഷ്യലി ഇക്വിറ്റിയിലൊക്കെ മൊമെൻറ്റം ഫണ്ടുകളിൽ ഇത് കാണാൻ പറ്റും. പിന്നെ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഫണ്ട് അതുപോലെ അങ്ങോട്ട് പ്രാന്ത് പിടിച്ച പോലെ ഓടിയില്ല, ഭയങ്കര മുകളിലേക്ക് പോവുക, ഭയങ്കര താഴേക്ക് പോകുക, അങ്ങനെ ഈ ഫണ്ട് അങ്ങനെ പോയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, അതാണ് നമ്മളിതിൽ കാണുന്നത്. മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് ഒരു 4 ലക്ഷം രൂപ, അതായത് 40% അലോക്കേഷൻസ് വയ്ക്കാം. പിന്നെ ഷോർട്ട് ആൻഡ് മീഡിയം ഡ്യൂറേഷൻ ഡെപ്റ്റ് ഫണ്ട്സ്. അപ്പോൾ ഡെപ്റ്റ് ഫണ്ട്സിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അതിൽ ഈ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട് എന്നും പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്. അസറ്റ് പ്ലസിൽ നിങ്ങൾക്ക് നോക്കിയാൽ സെർച്ച് ചെയ്ത് നോക്കിയറിയാം. എല്ലാ ആപ്ലിക്കേഷനിലും കിട്ടുമോ എന്നറിയില്ല, പല ആപ്ലിക്കേഷനിലും പല ഫണ്ടുകളും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അസറ്റ് പ്ലസ് എന്ന് എടുത്തു പറഞ്ഞത്. അപ്പോൾ ഈ ഷോർട്ട് ഡ്യൂറേഷൻ ഡെപ്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ട് കാറ്റഗറി ഉണ്ട്. അപ്പോൾ ആ ഫണ്ടിൽ ഒരു 3 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുക, അതായത് 30% ഇൻവെസ്റ്റ് ചെയ്യുക. ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ RBI ബോണ്ട്. അപ്പോൾ ഈ RBI ബോണ്ടിന് എവിടെ പോകണമെന്ന് ചോദിച്ചാൽ അതിൽ തന്നെ കോർപ്പറേറ്റ് ബോണ്ടിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. അത് ഞാൻ ഇന്നാൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം റിട്ടേണും ഉണ്ട്. അപ്പോൾ ആ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റ്, FD പറഞ്ഞല്ലോ, FDക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ബോണ്ട് മ്യൂച്വൽ ഫണ്ടിന് ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുക ബോണ്ട് മ്യൂച്വൽ ഫണ്ടാണ് റെക്കമെൻഡ് ചെയ്യുക. അതിലൊരു 2.5 ലക്ഷം രൂപ, അതായത് 25% നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ലിക്വിഡ് ഫണ്ട്, അത് എമർജൻസിക്ക് വേണ്ടിയിട്ടാണ്. എമർജൻസി സിറ്റുവേഷൻ നമുക്ക് പെട്ടെന്ന് പിൻവലിക്കാനായിട്ട് ലിക്വിഡ് ഫണ്ട്, അതിൽ നമുക്കൊരു 50,000 രൂപ, അതായത് 5%. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ സൈസ് എത്രയാണ്? 10 ലക്ഷം രൂപ പോർട്ട്ഫോളിയോ ഉള്ളയാൾ ഈ ഒരു രീതിയിൽ അലോക്കേറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇതിൽ നമ്മുടേതായ അനുസരിച്ചിട്ട് നമുക്ക് മാറ്റാം. പക്ഷേ അയാൾ എന്താണ്, വളരെ സേഫായിട്ടുള്ള ഇൻവെസ്റ്ററാണ്, ലോ റിസ്ക് എടുക്കുന്ന ഇൻവെസ്റ്ററാണ്. ആ ഇൻവെസ്റ്റർക്ക് ഈ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇനി മോഡറേറ്റ് റിസ്ക് എടുക്കുന്ന മോഡറേറ്റ് ഇൻവെസ്റ്റർ, അപ്പോൾ അവർക്ക് ബാലൻസ്ഡ് ഗ്രോത്ത് ആയിരിക്കും. സേഫ്റ്റി അവർ രണ്ടാമതാണ് നോക്കുന്നത്. സേഫ്റ്റി നോക്കുന്നുണ്ട്, ഗ്രോത്ത് നോക്കുന്നുണ്ട്, രണ്ടും ഒരു മീഡിയത്തിൽ നിൽക്കണം, രണ്ടും ബാലൻസ് ചെയ്തിട്ട് നിൽക്കണം. ഒരു മോഡറേറ്റ് ഇൻവെസ്റ്ററാണ്. അപ്പോൾ ഇവരുടെ ഗോൾ എന്താണ്?
കൺട്രോൾഡ് റിസ്കിൽ ഗുഡ് റിട്ടേൺ, അതായത് ആ ലോ റിസ്ക് പ്രൊഫൈലുള്ള കസ്റ്റമർ ഉണ്ടല്ലോ, എന്നാൽ കൺട്രോൾഡ് റിസ്ക്. ഇപ്പം ഞാൻ പറയാം, മറ്റേതിന് ആദ്യത്തേന് ഞാൻ പറഞ്ഞത് 10%, ഇതിൽ ഞാൻ പറയും ഒരു 12%, 13%, ആ ഒരു റേഞ്ചിലൊക്കെ റിട്ടേൺ പ്രതീക്ഷിക്കുന്ന ഇൻവെസ്റ്റേഴ്സ്, അങ്ങനെ പറയാം. 12 കൂട്ടിയാൽ മതി, മോഡറേറ്റ് ഇൻവെസ്റ്റർ 12 കൂട്ടിയാൽ മതി. അപ്പോൾ അവർക്ക് കൺട്രോൾഡ് റിസ്കിൽ ഇത് എങ്ങനെ പോർട്ട്ഫോളിയോ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് 50% വേണം, 50% വേണം. അപ്പോൾ 5 ലക്ഷം രൂപ അവർക്ക് വേണമെങ്കിൽ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ലാർജ് ക്യാപ്പ് ഇക്വിറ്റി ഫണ്ടിൽ 3 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാം, അതായത് അത് 30%. ഷോർട്ട് ഡ്യൂറേഷൻ ഡെപ്റ്റ് ഫണ്ടിൽ 1.5 ലക്ഷം രൂപ, 15%. ഗോൾഡിൽ പ്യുവർ ഗോൾഡിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഉണ്ട് കേട്ടോ. ഷോർട്ട് ഡ്യൂറേഷൻ ഡെപ്റ്റ് ഫണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫണ്ടിലും, പിന്നെ ഗോൾഡിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പോൾ ആ ഫണ്ടിൽ ഒരു 50,000 രൂപ, അതായത് 5%. ഈ 5% എന്നുള്ള അലോക്കേഷൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 20% വരെ ആക്കാം. നമ്മൾ നോക്കുക, നമുക്ക് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ലേഡീസൊക്കെ അവരുടെയൊക്കെ 20%, ചിലപ്പോൾ അതിൻ്റെ മുകളിലായിരിക്കും സ്വർണ്ണത്തിൽ. പുരുഷന്മാരത്ര അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ അത് നോക്കണ്ട, ജെൻഡർ വെച്ച് നോക്കുമ്പോൾ ആഭരണങ്ങളൊക്കെ താല്പര്യമുള്ളതുകൊണ്ടായിരിക്കാം ലേഡീസ് കൂടുതൽ അലോക്കേഷൻസ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ 5% മിനിമം നമ്മൾ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. 10, 15, 20% വരെയൊക്കെ മാക്സിമം ഇൻവെസ്റ്റ്. 20 മാക്സിമം ആകാം, ചിലവർ 30 ചെയ്യുന്നവരും ഉണ്ട്. പോർട്ട്ഫോളിയോ മൊത്തത്തിൽ നോക്കിയിട്ടാട്ടോ പറയാം. ഈ ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടില്ലേ, ഇത് വേണമെങ്കിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഞാനിവിടെ പറയാം. ലാർജ് പ്ലസ് മിഡ് ക്യാപ്പിൽ ചെയ്തോളാൻ കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ തിയററ്റിക്കലി സംസാരിക്കും ലാർജ് ക്യാപ്പ് ഇക്വിറ്റി ഫണ്ട്. അപ്പം ഈ മോഡറേറ്റ് റിസ്ക് എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യണം? അവർക്ക് ഇപ്പോൾ മിഡ് ക്യാപ്പിലോ സ്മോൾ ക്യാപ്പിലോ ഒന്നും ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യും. നമ്മൾ തിയററ്റിക്കലി ഇത് പറയുമ്പോൾ ഇതിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്മോൾ ക്യാപ്പൊക്കെ എന്താ ചെയ്യുമോ, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് ഉണ്ട്. അത് ഞാൻ ശരിക്കും പറഞ്ഞിട്ടില്ല. മൈക്രോ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുണ്ട്. അതൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് താഴേക്ക് പോകും, മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ. കയറുമ്പോഴും അതേപോലെ കയറുകയും ചെയ്യും. പക്ഷേ എല്ലാ കാലത്തും സ്മോൾ ക്യാപ്പ് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യണമെന്നില്ല. അങ്ങനെ ഒരു റിസ്ക്കും അതിലുണ്ട്. കയറുമ്പോൾ കയറും ശരിയാണ്, പക്ഷേ എപ്പോഴും അങ്ങനെ ചെയ്യണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് കാറ്റഗറി ഒഴിവാക്കി ലാർജ് പ്ലസ് മിഡ് ക്യാപ്പിൽ പിടിക്കുന്നുണ്ട്. പിന്നെ ഫ്ലെക്സി ക്യാപ്പ്, മൾട്ടി ക്യാപ്പ്, ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പോർഷനെ സ്മോൾ ക്യാപ്പ് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഫണ്ടുകൾ ഒക്കെ പരിഗണിക്കാം. ഇവിടെ ലാർജ് ക്യാപ്പ് കണ്ടിട്ട് കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ച് വിട്ടുവീഴ്ച ചെയ്യാം, മറ്റു ഫണ്ടുകൾ കൂടി പരിഗണിക്കാം. ഇനി അഗ്രസീവ് ഇൻവെസ്റ്റർ, അതായത് ഭയങ്കര റിസ്ക് എടുക്കുന്ന ഇൻവെസ്റ്റർ, ഹയർ ഗ്രോത്ത് വേണം അവർക്ക്, ഹൈ റിസ്ക് എടുക്കാൻ റെഡിയാണ്. ക്യാൻ ടേക്ക് റിസ്ക്, ഉണ്ടോ, ഹൈ റിസ്ക് എടുക്കാൻ റെഡിയാണ്. അപ്പോൾ അവരുടെ ഒരു ഗോളെന്ന് പറയുന്നത് മാക്സിമൈസ് റിട്ടേൺസ്, അതായത് റിട്ടേൺ മാക്സിമം കൂട്ടുക, അക്സെപ്റ്റ് ഹയർ വോളറ്റിലിറ്റി, അതായത് ഈ പറയുന്ന ഫ്ലക്ച്വേഷൻസ് അത് ഹൈ ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല, നോ ഇഷ്യൂ, എനിക്ക് പ്രശ്നമില്ല. അപ്പം അങ്ങനെയുള്ള ഇൻവെസ്റ്ററുടെ ഒരു 10 ലക്ഷം രൂപയുടെ പോർട്ട്ഫോളിയോ നമുക്ക് കാണാം. മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് 30%, 3 ലക്ഷം രൂപ. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റർക്ക് വരെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് വേണം. നോർമലി ഇങ്ങനെയുള്ള ഫണ്ടുകൾ ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല അല്ലേ. നമ്മുടെ ഒന്നും പോർട്ട്ഫോളിയോയിൽ ഇല്ലാത്തതിന് കാരണം ഇതാണ്. അപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോയിൽ കുറച്ചുണ്ട്, എന്നാൽ പോലും ഞാനും ഹൈ ഗ്രോത്ത് ഉള്ള ഫണ്ടിലേക്കാണ് ഞാനും നോക്കുക. അപ്പോൾ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ പ്രായമാകും തോറും കുറച്ച് മാറും. അപ്പോൾ ഡെപ്റ്റ് ഫണ്ടിലൊക്കെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിയിട്ടുണ്ട്, ഗോൾഡ് ഇങ്ങനെയുള്ള സംഭവത്തിലേക്കൊക്കെ. അപ്പോൾ ഈ മൾട്ടി അസറ്റ് അലോക്കേഷനിൽ ഈ ഡെപ്റ്റും ഗോൾഡും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇത് മതി. പക്ഷേ ഇത് ഒരുപക്ഷെ ആളുകൾക്ക് അറിയില്ലാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും ഹൈ റിട്ടേൺ എടുക്കുന്ന ആളുകളും ഈ ഒരു ഇങ്ങനെയുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ഇനി ചെയ്താൽ മതി. നിലവിൽ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഫുൾ ഇക്വിറ്റിയാണ്, 100% ഇക്വിറ്റിയാണ്, ഞാൻ എന്നാ ചെയ്യും, എനിക്കിത് നേരത്തെ അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തില്ല, അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്, ഇപ്പം ചെയ്താൽ മതി. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ വരുന്നു, എത്രയോ പുതിയ ഫണ്ടുകൾ വരുന്നു അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും റിസ്ക് എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോയിൽ പോലും ഒരു 30%-ഓളം മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് വേണം. പിന്നെ അടുത്തത് ഫ്ലെക്സി ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഇക്വിറ്റി ഫണ്ട്സാണ്. ഫ്ലെക്സി ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഇത് അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. ഇതിൽ മൾട്ടി ക്യാപ്പും മറ്റുള്ള ഫണ്ടുകളും വരും. അപ്പോൾ ഇക്വിറ്റി ഫണ്ട് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ കുറച്ചും കൂടെ സേഫ്റ്റി നോക്കിയിട്ട് ഫ്ലെക്സി ക്യാപ്പ്, മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് 5.5 ലക്ഷം രൂപയാണ്. അതായത് ഇവരുടെ 55% ഇക്വിറ്റി ഫണ്ടുകളിലാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇക്വിറ്റി ഫണ്ട് നിട്ടാൽ മതി. ഇത് നിങ്ങൾ മൊമെൻ്റം ഫണ്ടുകൾ എടുത്തിട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. ഇക്വിറ്റി ഫണ്ടാണ് 55%. ഇൻ്റർനാഷണൽ ഇക്വിറ്റി ഫണ്ട്, അതായത് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കാൻ, വളരെ റിസ്ക് എടുക്കാൻ ഓക്കെയാണ് ഞാൻ എന്നുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, 10% ഇൻ്റർനാഷണൽ ഫണ്ടിലിടാം. അത് നമ്മൾ US ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് പറഞ്ഞാണല്ലോ, അത് നല്ല ലാഭത്തിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യൻ മാർക്കറ്റ് താഴേക്ക് പോയപ്പോൾ US മാർക്കറ്റ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് വരുന്നു. ഈ ഫണ്ട് നമ്മൾ
നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ആർക്കെങ്കിലും ഇപ്പോൾ പുതിയ ഇൻവെസ്റ്റേഴ്സിനാണ് കിട്ടിക്കാണില്ല. ഞാനിതൊരു 4-5 മാസം മുമ്പ് പറഞ്ഞതാണ്. അതായത് US മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ പുതിയ ആൾക്കാർക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം കുറച്ച് കയറിയാണ് നിൽക്കുന്നത്. അപ്പോൾ അത്ര അഡ്വൈസബിൾ അല്ല. പിന്നെ ഒരു ലോങ് ടൈമിലേക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഇൻ്റർനാഷണൽ ഇക്വിറ്റി ഫണ്ടുകളിൽ ഒരു 10% അലോക്കേഷൻ, 1,00,000 രൂപയുടെ അലോക്കേഷൻ. പിന്നെ ഈ ഗോൾഡിൽ ആസ് യൂഷ്വൽ 5%. അത് കൂട്ടാം. ഞാൻ മറ്റേ സ്ലൈഡിൽ വിശദീകരിച്ചുകൊണ്ട് ആ കഥ ഇതിൽ പറയുന്നില്ല. ഓക്കെ, 50,000 രൂപ. അപ്പം ഇതാണ് പോർട്ട്ഫോളിയോ അലോക്കേഷൻ. ഇനിയിപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്, വീഡിയോയുടെ അവസാനത്തിലേക്ക് പോവുകയാണ്. ഇക്വിറ്റിയിലും ഡെപ്റ്റിലും ഗോൾഡിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ഓൾറെഡി ഇത് ഡൈവേഴ്സിഫൈഡ് ആണ്. പിന്നെ ആ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെയും സ്വർണ്ണത്തെക്കുറിച്ച് താല്പര്യമുണ്ടെങ്കിൽ സെപ്പറേറ്റ് സ്വർണ്ണത്തിലുള്ള ഫണ്ടിൽ ചെയ്യാം. ഡെപ്റ്റിൽ കുറച്ചും കൂടെ കൂടുതൽ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ഡെപ്റ്റിൽ ചെയ്യാം. ഈ ഫണ്ട് പ്ലസ് ഡെപ്റ്റ് എക്സ്ട്രാ ചെയ്യാം. ഇക്വിറ്റിയിലേക്ക് കുറച്ച് അലോക്കേഷൻ കൂട്ടണമെങ്കിൽ ഈ ഫണ്ട് പ്ലസ് ഹൈ ഗ്രോത്തുള്ള ഇക്വിറ്റി ഫണ്ടുകളിൽ ചെയ്യാം. പിന്നെ വർഷത്തിൽ ഒന്ന് റീബാലൻസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. വലിയ സംഭവങ്ങളൊന്നും ചെയ്യാനില്ല. എപ്പോഴും റീബാലൻസ് ചെയ്യേണ്ട ആവശ്യവുമില്ല. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കൺസിസ്റ്റൻ്റ് പെർഫോമറെ കണ്ടെത്തുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻ്റ് പെർഫോമർ അത് ഒരു സ്റ്റഡി നടത്തുക കേട്ടോ. അതൊരു സ്റ്റഡി നടത്തിയിട്ട് അങ്ങനെയുള്ള ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പെർഫോമർ പറയുമ്പോൾ ഫണ്ട് മാനേജറുടെ കാര്യം മറക്കരുത്. പെർഫോമറുമാണ്, അതിൻ്റെ ഫണ്ട് മാനേജർ മാറിയിട്ടുമില്ല എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത സ്ലൈഡ് ഇവിടെ കഴിഞ്ഞു. ഞാൻ വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തി ആണ്. എന്തായാലും ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അറിയാവുന്നവർക്കും അറിയില്ലാത്തവർക്കും, പ്രത്യേകിച്ച് അറിയില്ലാത്തവർക്ക് മനസ്സിലാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. അപ്പോൾ അറിയുന്നവർക്ക് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അസറ്റ് പ്ലസിൽ എങ്ങനെയാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് സെർച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. നിങ്ങളുടെ അക്കൗണ്ട് തുറക്കണം. ഞാനിപ്പോൾ ലാപ്ടോപ്പിലാണ് കാണിക്കുന്നത്. മൊബൈലിലും ചെയ്യാം കേട്ടോ. മൊബൈലിൽ കുറച്ചും കൂടി എളുപ്പമാണ്. എന്തായാലും ഞാനത് കാണിച്ചു തരാം. നമ്മുടെ അസറ്റ് പ്ലസിൻ്റെ ആപ്ലിക്കേഷൻ തുറക്കുക. മൊബൈലിൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഞാൻ വലിയ സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പിൽ കാണിച്ചതാണ്. അതിനുശേഷം എക്സ്പ്ലോർ ഓൾ മ്യൂച്വൽ ഫണ്ട്സ്, ടോപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് കാറ്റഗറികളും കാര്യങ്ങളും ഉണ്ട്. അതല്ല, എക്സ്പ്ലോർ ഓൾ മ്യൂച്വൽ ഫണ്ട്സ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് സെർച്ച് ബാറിൽ മൾട്ടി അസറ്റ് അലോക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ക്വാണ്ടിൻ്റെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് വന്നു. അത് തന്നെ 3-4 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഗ്രോത്ത് ഫണ്ട് മാത്രം മതിയെങ്കിൽ നമുക്ക് ഫിൽറ്റർ ഉണ്ട്. ഇവിടെ മോർ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കുറേ ഫിൽറ്ററുകളുണ്ട്. സ്കീം കാറ്റഗറി, സ്കീം സബ് കാറ്റഗറി, ഹൊറൈസൺ, റിസ്ക് ലെവൽ, അങ്ങനെ ടോപ്പ് ഫണ്ട്, അങ്ങനെ കുറേ കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ എല്ലാം വന്നിട്ടുണ്ട്. ഡിവിഡൻഡ് പ്ലാനുകളും വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 3 വർഷത്തെ റിട്ടേണും 5 വർഷത്തെ റിട്ടേണും ഒക്കെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ സ്റ്റഡികൾ നടത്താനായിട്ട് ആ ഒരു ഫണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. ചാർട്ടുകളും കാര്യങ്ങളൊക്കെ 5 ഇയർ, 3 ഇയർ, 1 ഇയർ എല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. മറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാവുന്നതാണ്. ഫണ്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കമ്പയർ ചെയ്യാവുന്നതാണ്. അതുപോലെ അഡ്വൈസറുമായിട്ട് ചാറ്റ് ചെയ്യണമെങ്കിൽ അതാ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ചാറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ചാറ്റ് ചെയ്താലും മതിയാവും. ഈ ആപ്ലിക്കേഷനിൽ കൂടെ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ ഞാനും തരും അവരും തരും. പക്ഷേ അത് നോക്കണമെന്നില്ല. അല്ലാതെ ഞാനുമായിട്ട് വാട്സപ്പിലായിരിക്കും കൂടുതൽ എല്ലാവരും തന്നെ ചാറ്റ് ചെയ്യുന്നത്. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. എക്സിറ്റിലൂടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ റിസ്ക് ലെവൽ നമുക്കിവിടെ കാണാം. മോഡറേറ്റ്, ഫാക്റ്റ് ഷീറ്റ് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് പോകും. കൂടുതൽ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യാം. റിട്ടേൺ പെർ ഇയർ, ഓരോ വർഷവും തന്നിട്ടുള്ള റിട്ടേൺ കാണാനായിട്ട് അത് ക്വാർട്ടർ 1-ലും 2-ലും 3-ലും 4-ലും പിന്നെ ആനുവലിയും തന്നിട്ടുള്ള റിട്ടേൺസ് നമുക്ക് സെപ്പറേറ്റ് കാണാനായിട്ട് പറ്റും. ഇതിലെന്തെങ്കിലും സൈക്ലിക്കാലിറ്റി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ കേട്ടോ ആണെങ്കിൽ. ഓക്കെ, അത് 2008, 2011, 2000 അങ്ങനെ ലാസ്റ്റ് വർഷത്തെ കണ്ടിന്യൂസ് ഉണ്ട്. പിന്നെ ഈ മോളിൽ 1 ഇയർ, 2 ഇയർ, 3 ഇയർ, 5 ഇയർ റിട്ടേൺസ് നമുക്കിവിടെ കിട്ടുന്നതാണ്. CAGR ആണ് ഇത്. ഈവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് 1 ഇയറിൽ പോലും 7 പോയിൻറ്റ് സംതിങ് റിട്ടേൺ ഉണ്ട്. മാർക്കറ്റ് ഡൗൺ ആണെന്ന് ഓർക്കണം. ഓക്കെ, ഇങ്ങനെ ഓരോ ഫണ്ടും എടുത്തിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. നിലവിൽ നമ്മുടെ അസറ്റ് പ്ലസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് വാട്സപ്പിൽ നല്ലൊരു മൾട്ടി അസറ്റ് ഫണ്ട് വരുന്നുണ്ടാവും.
അത് ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഫണ്ട് കൂടിയായിരിക്കും കേട്ടോ. ഡെയിലി SIP ചെയ്യാൻ പറ്റിയ ഞാൻ നിലവിൽ ഡെയിലി SIP സ്റ്റാർട്ട് ചെയ്തു. പ്രാക്ടിക്കലി നമ്മൾ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ക്ലയൻസിന് കൊടുക്കുക. അപ്പോൾ ആ ഫണ്ട് ഈ ഫണ്ടൊന്നും അല്ല. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ റിട്ടേണും കാര്യങ്ങളും ഉള്ള ഫണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ അടുത്ത ദിവസം മുതൽ വന്നു തുടങ്ങും. ഈ വീഡിയോ പബ്ലിഷ് ചെയ്ത് ഒരു 4-5 ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും വാട്സപ്പിൽ കിട്ടുന്നതായിരിക്കും. ഇനി വളരെ എമർജൻസി ആയിട്ട് വേണ്ടവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ വാട്സപ്പിൽ അയച്ച് തരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.